അങ്ങനെ സായി ഔട്ടായിട്ടുണ്ട്. സായി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി സായി അങ്ങനെ വീഡിയോ ഇട്ട് കാണാൻ നമുക്ക് സന്തോഷമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല. സായി എയർപോർട്ടിൽ വന്നപ്പോഴും നന്ദന എയർപോർട്ടിൽ വന്നപ്പോഴും ഇനി ആരൊക്കെ തന്നെ എയർപോർട്ടിൽ വന്നാലും എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ജാസ്മിൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നോക്കിയാൽ കേരളം മലയാളീസ് എന്ന് പറയുന്നതിനേക്കാളും പോപ്പുലറായിട്ട് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട്. കുറ്റമല്ല പറഞ്ഞത്. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ജാസ്മിൻ വിൻ ചെയ്താൽ കൊള്ളാം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ അത്രയ്ക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ കൂടെ ചില സമയത്ത് കമൻറ്റുകൾ വരുമ്പോൾ ഞാനൊരു സമയത്ത് കമൻറ്റുകൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉള്ള ഒരിതിലാണ്. അപ്പോൾ ആരെങ്കിലും വീഡിയോ അവരായിരിക്കുമോ കമൻറ്റ് ഇട്ട്, അല്ലെങ്കിൽ ഇവരായിരിക്കുമോ കമൻറ്റ് ഇട്ട്, ഞാൻ ആലോചിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കമൻറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പോലും 1-2 കമൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അതുപോലും എനിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 4 ദിവസം കാർ ഡ്രൈവ് ചെയ്ത് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിക്കും, ആരായിരിക്കും അങ്ങനെ കമൻറ്റ് ഇട്ടേ? എനിക്കെന്നു വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കുമോ, എന്നോട് റെസ്പെക്റ്റ് ഇല്ലാതെ അങ്ങനെ ഇടുമോ? അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് സമയങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് ഫേസ് ചെയ്യാൻ പോകുന്നത്? ഈ ജാസ്മിൻ മിറർ നോക്കി സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ശ്രദ്ധിച്ചോ നിങ്ങൾ അറിയില്ല. ജാസ്മിൻ പറയുന്നുണ്ട്, ആരും കാണത്തില്ല, എനിക്കറിയാം, ആര് കണ്ടില്ലെങ്കിലും അള്ള കാണും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് പറയുന്നുണ്ട്, ഓക്കെ ഒന്ന് പുറത്തിറങ്ങിയാൽ എന്താകുമെന്ന് എനിക്കറിയത്തില്ല, ഒന്നെങ്കിൽ മേളിലോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ മേളിൽ കാണും അല്ലെങ്കിൽ താഴെ കാണും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് തോന്നി. കാരണം മേളിൽ കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്ത് കാണത്തില്ലെന്നാണോ? എന്തോ ഒരു പേടി പോലെ തോന്നി എനിക്ക്. നമുക്കതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജാസ്മിൻ്റെ പോലത്തെ സ്റ്റുഡൻസൊക്കെ ഉള്ളത് കാരണം എനിക്ക് കുറച്ച് ഒരു സോഫ്റ്റ് കോർണർ തോന്നും. കാരണം കോളേജിൽ ഇതുപോലെ നിറയെ ഇഷ്യൂസ് വരും, നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും, സ്ട്രിക്റ്റ് ആകുന്നിടത്ത് നമ്മളാകും, സീരിയസ് ആയിട്ട് സംസാരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താകുമെന്ന് വെച്ചാൽ, അവർക്ക് എന്തെങ്കിലും മോറൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കും. ഞാൻ പേഴ്സണലായിട്ട് വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം എനിക്കറിയാം, എനിക്കൊരു ചെറിയ ബുള്ളിങ് പോലും സഹിക്കാനുള്ള ഇതില്ല. അത് നമുക്ക് അപ്പോൾ പേടി തോന്നുക, നമ്മുടെ റിലേറ്റീവ്സ് കേൾക്കില്ലേ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് കേൾക്കില്ലേ, നമ്മുടെ കൊളീഗ്സ് കേൾക്കില്ലേ, അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. അപ്പം നമ്മളങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെ ഇടാത്തതിൻ്റെ കാര്യം മലയാളം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വേണം. അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ എനിക്ക് ഫ്ലോ കിട്ടും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ലാംഗ്വേജ് കയറി വരും. അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും പറയുന്നില്ല, അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇട്ടപ്പോൾ ആരും ഒന്നും പറയാത്തതുകൊണ്ട് ഓക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ മലയാളം ചാനൽസ് കാണും, സംസാരിച്ച് വരുമ്പോൾ ഉള്ള ആദ്യം തുടങ്ങുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ജാസ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ജാസ്മിൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒന്നും നോക്കുകയാണെങ്കിൽ ഞാൻ പലരെയും കോളേജിൽ കണ്ടിട്ടുണ്ട്, ഫാമിലി സർക്കിൾസിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മൊത്തം കൾച്ചർ മാറിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ കൾച്ചർ മാറിയതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും അവിടെ ഉള്ളവർ പെരുമാറുന്ന വിധം, അതായത് നമ്മൾ ജാസ്മിൻ്റെ ഏജിലുള്ള കുട്ടികൾ പെരുമാറുന്ന വിധം, അവർ ബിഹേവ് ചെയ്യുന്ന വിധമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, എനിക്കത് കണ്ടിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ. പിന്നെ ജാസ്മിൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് തോന്നും. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു മൂവിയിൽ അഭിനയിക്കാൻ പോയി, ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ഏകദേശം മിനിമം ഒരു 80 days 150 days ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ, ഒരു 3 മാസത്തെ സിനിമ ഷൂട്ടിങ്ങിലായിരുന്നു ജാസ്മിൻ എന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഹീറോയിൻ ആയിരുന്നു ജാസ്മിൻ എന്നുണ്ടെങ്കിൽ, ഇതിലും ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരു മൂവിയിൽ അഭിനയിക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും. വരുന്ന വഴിക്കും ഡ്രൈവ് വരുന്ന വഴിക്കൊക്കെ ഞാൻ ആലോചിക്കും. പിന്നെ എന്താ പറയണ്ടേ, ഗബ്രിയും കുറച്ച് ഓവർ ഫ്രീഡം എടുത്തു. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ബിക്കോസ് അതെന്ത് പറഞ്ഞാലും നമ്മളുടെ ആൾക്കാരുടെ ജസ്റ്റിഫൈ ആകത്തില്ല. പക്ഷേ നാട്ടിലെ ഡ്രസ്സിങ് സെൻസ് മാറിയിട്ടില്ലേ, പെൺകുട്ടികൾ ഡ്രസ്സ് ചെയ്യുന്ന വിധം മാറിയിട്ടില്ലേ? സോ അങ്ങനെ കൾച്ചർ ഡിഫറെൻ്റായിട്ട് മാറുന്ന സമയത്ത് ഇവരൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന കുട്ടികളായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലും ഇൻറ്റിമേറ്റായിട്ട് ഫ്രണ്ട്സുമായിട്ട് പെരുമാറുന്ന ഒത്തിരി പേര് ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ കേരളം ഒരുപാട് മാറി, കേരളത്തിലുള്ള ആൾക്കാർ മാറി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
പിന്നെ കോളേജിൽ ഇങ്ങനത്തെ ഇൻറ്റിമേറ്റ് സീനൊന്നും ഞാൻ കണ്ടില്ല. ബട്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ കുട്ടി കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോയി അതിൻ്റെ ഷോ ആണെന്നാണ്. അത് ഫേക്ക് ഗെയിം ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫേക്കല്ലേ, എല്ലാവരും ഫേക്ക് ഗെയിമേഴ്സ് അല്ലേ. ഒറിജിനൽ പേഴ്സണാലിറ്റി അതല്ല അവരുടെ. അവിടെ നിൽക്കുന്ന ആരുടെയും ഒറിജിനൽ പേഴ്സണാലിറ്റി അതല്ല. ഒറിജിനലി എല്ലാവരും സ്വീറ്റാണ്. നമ്മളൊക്കെ തന്നെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്കറിയാം ബാക്ക് സ്റ്റാബിങ് എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണർ തന്നെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് എന്നുണ്ടെങ്കിൽ ആ പുള്ളി ഉണ്ടാക്കും പൊളിറ്റിക്സ് ദെയർ ഇല്ലേ. അങ്ങനെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. വീഡിയോ ഇടണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. കാരണം നന്ദന എന്ന് പറഞ്ഞാൽ ആ കുട്ടി പുറത്ത് വന്നപ്പോൾ എനിക്കതിൻ്റെ റെസ്പോൺസ് കാണാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം തീരെ മെച്യൂർഡായിട്ടില്ലാത്ത ഒരു, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത, ഒട്ടും തന്നെ മെച്യൂരിറ്റി ഇല്ല കുട്ടിക്ക്. യങ് ആണ്, പിന്നെ അതിന് എക്സ്പോഷർ കുറവാണ്. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ സ്റ്റിൽ അത് എക്സ്പോഷർ ആയി വേണം ആ മെച്യൂരിറ്റി വരാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു മീഡിയയുടെ മുന്നിൽ കാണാൻ ഞാൻ നോക്കിയപ്പോൾ അതിനോടും ചോദിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ്. ആര് വന്നാലും ജാസ്മിൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനി ചിലപ്പോൾ ജാസ്മിൻ പുറത്തു വരുമ്പോൾ ഒരു പ്രശ്നവും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും സ്റ്റിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ കുട്ടി വെളിയിൽ വന്നു കഴിയുമ്പം എന്തുമാത്രം ബുള്ളിങ് നേരിടണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് തന്നെ നമ്മുടെ മുന്നിൽ വന്ന് പറയും ഇതെല്ലാം ഞാനാണ് മാം ചെയ്തത്, ഞാനാണ് ചെയ്തതെന്ന് പറയും. അങ്ങോട്ട് മാറിയിട്ട് അവരാരുമല്ല ഞാനാണ് ചെയ്തതെന്ന് പറയും. അത് തന്നെയല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓണർ എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡിഗ്നിഫൈഡ് പൊസിഷനിലാണെങ്കിൽ കൂടെ നമ്മളെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ എംപ്ലോയീസ് തരുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ ആൾ തന്നെ അവിടെ പൊളിറ്റിക്സ് ഉണ്ടാക്കും. അയാളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അത് ബാധിക്കുന്നത്, കമ്മിങ് അഡ്മിഷനെയാണ് ബാധിക്കുന്നത്. കുട്ടികൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസമാണ് പോകുന്നതെന്ന് ആരും ചിന്തിക്കത്തില്ല. അപ്പോൾ ആ ഈഗോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അവനവൻ്റെ കാര്യം, അതായത് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ എന്ത് മാർഗവും വേണമെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും ജാസ്മിൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ എന്നാലും പുള്ളിക്കാരി സ്വീകരിച്ചൊരു റൂട്ട് അതാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഗ്രഡ്ജസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയല്ല. പെട്ടെന്ന് പോയി എല്ലാവരോടും സംസാരിക്കും, ആരോട് വഴക്കുണ്ടാക്കില്ല ആ സമയത്തൊന്നും വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞ് പുള്ളിക്കാരി പക്ഷേ മറ്റുള്ള എല്ലാവരും കുറച്ചുകൂടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉള്ള ആൾ ഫാമിലിയിൽ നിന്ന് വന്ന കാരണം അവർക്കൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ജാസ്മിൻ പലയിടത്തും ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ശരിക്കും ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല, ജാസ്മിൻ ഒരു കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. അത് അറ്റൻഡ് ചെയ്താൽ നന്നായിരിക്കും. കാരണം പുള്ളിക്കാരിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സായിട്ടുണ്ട്. സ്നേഹം കിട്ടണം, അറ്റൻഷൻ കിട്ടണം എന്നൊക്കെയുള്ള ഒരു ഭയങ്കര നീഡായിട്ടുള്ള ഒരു മൈൻഡുണ്ട്. അത് കുറച്ച് കൺട്രോൾ ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് ഈ എല്ലായിടത്തും പോയി ആ സ്നേഹം കിട്ടുന്ന സൈഡിലോട്ട് ഓടിപ്പോയി വീഴുന്നത്. ഇപ്പോൾ ജാസ്മിൻ്റെ എക്സ് റിലേഷൻ ആണെങ്കിലും ഇപ്പോൾ ഒരു കമ്മിറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞൊക്കെ ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ കുറേ സംസാരിക്കണം തോന്നും. പക്ഷെ ഞാൻ പിന്നെ വേണ്ട, സബ്ജക്റ്റ് ജാസ്മിൻ തന്നെ ഓപ്പൺ ചെയ്യട്ടെ, നമ്മൾ വേണ്ട, പക്ഷെ മിണ്ടായിരിക്കുകയാണ്. നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ, ശരിക്കുള്ള സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്ന ഒരാൾ എവിടെ പോയാലും എന്ത് ചെയ്തിട്ട് വന്നാലും അത് നമ്മൾക്കുള്ള ആളാണ് എന്നുള്ള വിശ്വാസം രണ്ടു പേർക്കും ഉണ്ടാവണം. നമ്മളുടെ മനസ്സിലും ഉണ്ടാണ്. എവിടെ പോയി എന്ത് ചെയ്തോട്ടെ വന്നിട്ട് എനിക്കുള്ളതാണ് എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അതിപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കില്ല. ഇപ്പം കറണ്ടായിട്ട് കയറി വരുന്ന പിള്ളേർക്ക് അതില്ല. ഞാനത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അവർക്ക് ബെനിഫിഷ്യൽ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആദ്യത്തെ ദിവസം മുതൽ അവസാന ദിവസം വരെ ഒരു ഐസ്ക്രീം ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്താൽ അവിടെ അത് പറയുക. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മളുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. പാർട്ട്ണറെ ബിട്രേ ചെയ്യുക ഇൻ ദ സെൻസ് വാട്ട്, എല്ലാ കാര്യങ്ങളും വീട്ടുകാരോട് പോയി പറയുക, അല്ലെ വീട്ടുകാരുടെ പൊരി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ താഴ്ത്തി കെട്ടാൻ നോക്കുക, അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവർ തമ്മിലുള്ള കാര്യങ്ങൾ, രണ്ട് ലവേഴ്സ് ആയിരുന്നാലും മാരേജ് കപ്പിൾസ് ആയിരുന്നാലും അവർക്ക് തമ്മിലുള്ള കാര്യങ്ങൾ അവർ മാത്രം അറിയണം. ഇനി അവർ മാത്രം അറിയാതെ വെളിയിൽ അച്ഛനോടും അമ്മയോടും പറയേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് മെറ്റീരിയലായിട്ട് വരുമ്പോൾ, മണി, ജ്വല്ലറി അല്ല അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെ ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് കയ്യിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പറയാവുള്ളൂ. അല്ല നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുക, അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാനിങ്ങനെ പല കാര്യങ്ങളും ഓർത്തപ്പോൾ ഞാൻ ഓർത്തു ഇത് പറയണം. പിന്നെ ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഞാൻ ജാസ്മിന് സപ്പോർട്ടൊന്നുമല്ല, ജാസ്മിന് വരാൻ പോകുന്ന കുറേ
പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരു പാവം തോന്നും. ബിക്കോസ് അതൊക്കെ താങ്ങാൻ പറ്റുമോ? കാരണം ഒരു മെച്യൂറായിട്ടുള്ള ഒരാൾക്ക് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അൺനോൺ പീപ്പിൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ കമൻറ്റ് ഇട്ടാൽ തന്നെ നമ്മൾ 10 ദിവസം ആലോചിക്കും. എന്തിനായിരിക്കും അങ്ങനെ ഇട്ട്, ആരായിരിക്കും ഇട്ടത്, എന്തിനെക്കുറിച്ചായിരിക്കും ഇട്ടത്, നമ്മളിങ്ങനെ ആലോചിക്കും. നമുക്ക് മൈൻഡിൽ കിട്ടില്ല. അപ്പോൾ അറിയാവുന്ന ഒരു പ്രോബ്ലത്തിന് വേണ്ടി പറഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് റോങ് ഡിസിഷനൊക്കെ പോകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അപ്പോൾ ജാസ്മിൻ കപ്പടിച്ചാലും പൈസ കിട്ടിയാലും ജാസ്മിന് തന്നെയാണ് ബെനിഫിഷ്യൽ. ജാസ്മിൻ തെറ്റ് ചെയ്താലും അവരുടെ കുടുംബത്തിന് തന്നെ പോകത്തുള്ളൂ. എന്തെങ്കിലും അവിവേകം കാണിച്ചാലും കുടുംബത്തിന് തന്നെ പോകത്തുള്ളൂ. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കും നമ്മളുടെ വീട്ടിലെ ഓരോരുത്തരെയും ഓർമ്മ വരുമല്ലേ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അതിന് ഇത്രയും കഷ്ടപ്പെട്ട് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വിന്നറായാൽ കുറച്ച് അതിനെ ഒന്ന് കവർ ചെയ്യും, അല്ലെങ്കിൽ ഇതിനകത്തു നിന്നൊന്ന് സൈബർ ബുള്ളിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നൊക്കെ ഞാൻ ആലോചിക്കും ചിലപ്പോൾ.